ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നോമ്പ് കഞ്ഞിയാണ്, നമ്മളെ ജീരക കഞ്ഞി. അപ്പോൾ ഈ റമദാനൊക്കെ നമുക്ക് ക്ഷീണമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കഞ്ഞി തന്നെയാണ്. അപ്പോൾ ഞാനിത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ഞാൻ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരിയിൽ ഉണ്ടാക്കിയെടുക്കാം. നുറുക്ക് ഗോതമ്പ് വെച്ച് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവയും ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ ഇത് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുതിർത്ത വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചിട്ട് എടുക്കുന്നത്. അതിനെക്കൊണ്ട് നല്ലോണം കഴുകിയിട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ 20 മിനിറ്റൊക്കെ സോക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ തന്നെ നല്ലോണം നമുക്ക് പാകമായിട്ട് കിട്ടും. ഇപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ നുറുക്ക് ഗോതമ്പ് നമുക്ക് കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് നമുക്കിത് വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചെടുക്കുക. കുക്കറിലായതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചെടുക്കരുത്, പുറത്തേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുക്കറിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഇതിൽ കൂടെ സ്റ്റീം വരട്ടെ. എന്നിട്ട് നമുക്കതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അടിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാകും. സ്റ്റീം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. നമ്മളെ കഞ്ഞിയിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂണ് ആശാൽ എടുത്തിട്ടുണ്ട്. ക്രസീഡ് 1 ടീസ്പൂണാണ്. ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം സോക്കായിട്ട് ഇങ്ങനെ വീർത്ത് വരും. നമ്മളെ സബ്ജാ സീഡൊക്കെ സോക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. നല്ലൊരു ബെനിഫിറ്റുള്ളൊരു സീഡാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മരുന്ന് കഞ്ഞിയിലൊക്കെ കർക്കിടക കഞ്ഞിയിലൊക്കെ ചേർക്കുന്ന ഒരു സീഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആശാളി എന്ന് പറയുന്നത്. ഈ പാക്കറ്റുമ്പോൾ അസ്ലി സീഡ് എന്നാണ് എഴുതി കാണിച്ചത്. ക്രസീഡ് എന്നാണ് ഇതിന് ശരിക്കും പറയുന്ന ഒരു പേര്. ഇനി നമുക്ക് കഞ്ഞിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഒന്ന് അരച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂണ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഒരു 4 ചെറിയുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ചേർക്കുക. ചെറിയ ജീരകം ചേർക്കുന്ന സമയത്ത് കഴുകിയതിന് ശേഷം ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കണം. അത് ഞാൻ തേങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കുക. വരയ്ക്കുന്ന സമയത്ത് നല്ലോണം തന്നെ അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്ത്, അപ്പോൾ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കി. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളെ ഗോതമ്പ് നുറുക്കൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ തന്നെ മതിയാകും. നമ്മൾ 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് വേഗം വെന്ത് കിട്ടും. അപ്പോൾ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം വെന്ത് ഉടഞ്ഞു പോകരുത്. നമ്മൾ കഞ്ഞിൻ്റെ പാകത്തിലുള്ള ഒരു വേവിലെടുക്കുക. ഇനി നമുക്കിതിലോട്ട് അരച്ച അരപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആശാളിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ കഞ്ഞിൻ്റെ പരുവത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കഞ്ഞി കുറച്ച് ലൂസിലല്ല വേണ്ടത്. പിന്നെ കുറച്ച് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടി തിക്കാവും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. 1 മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ മതിയാകും. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കോക്കനട്ട് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും ഇത് ചേർക്കുന്ന സമയത്ത്. ഗോതമ്പ് കഞ്ഞിക്ക് ഒരു 3/4 കപ്പ് ഞാൻ കോക്കനട്ട് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കണ്ട, ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതൊന്ന് വറവിട്ടിട്ട് കുടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കാം. കുറച്ച് നെയ്യിൽ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചിട്ടെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഇതുണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞി തന്നെയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.